SIRനെ ഭയപ്പെടേണ്ടതുണ്ടോ? എന്താണ് SIR? ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആത്മാവാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ പോലെയുള്ള മഹത്തായ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ശക്തമായ അടിത്തറയാണ്. എന്നാൽ ഈ പ്രക്രിയയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നത് വെറും ഭരണഘടനാപരമായ ബാധ്യത മാത്രമല്ല, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് SIR എന്നത് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ റിപ്പോർട്ട്, അതായത് സ്ഥിതി വിവര റിപ്പോർട്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പ്രത്യേക അന്വേഷണ റിപ്പോർട്ടും എന്ന ഈ രണ്ട് ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർണായകമായ സ്ഥാനമെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനതല, ജില്ലാ, മണ്ഡലതല സംവിധാനങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും വോട്ട് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അവയെ രേഖപ്പെടുത്തുന്ന പ്രധാന മാർഗമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ SIR. ഓരോ മണ്ഡലത്തിലും എത്ര പുരുഷന്മാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ, പോളിംഗ് ശതമാനം എത്ര ബൂത്തുകളിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് തുടങ്ങി നിരവധി വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഡേറ്റ വിശകലനത്തിനും പോളിംഗ് പാറ്റേൺ പഠനത്തിനും പ്രയോജനപ്പെടുത്തുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കാലയളവിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള അഴിമതി, ക്രമക്കേട്, നിയമലംഘനം, വോട്ട് വാങ്ങൽ, ഭീഷണി, അക്രമം എന്നിവയും അന്വേഷിച്ച് രേഖപ്പെടുത്തുന്ന പ്രമാണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇത് നിയമപരമായ നടപടികൾക്ക് ആധാരമായി മാറുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താനും സഹായിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് റിപ്പോർട്ടുകളും ഒരുമിച്ചാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനം ജനങ്ങളുടെ വിശ്വാസത്തിന് യഥാർത്ഥ പിന്തുണ നൽകുന്നത്. ഇനി നമുക്ക് നിയമപരമായ അടിസ്ഥാനവും പ്രായോഗിക ഘടനയും പരിശോധിക്കാം. SIR എന്ന പ്രക്രിയയുടെ നിയമപരമായ അടിത്തറ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനാപരമായ അധികാരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മുഴുവൻ നിയന്ത്രണവും നിയന്ത്രണ അധികാരവും കമ്മീഷനാണ് വഹിക്കുന്നത്. ഈ അധികാരം ഉപയോഗിച്ച് കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഡേറ്റ ശേഖരണം, പരിശോധന, നിയമലംഘന നിരീക്ഷണം തുടങ്ങിയ മേഖലകളിൽ കൃത്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ, അതായത് CEO, ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, അതായത് DEO, മണ്ഡലതലത്തിൽ റിട്ടേണിംഗ് ഓഫീസർ, അതായത് RO, കൂടാതെ ഒബ്സർവേഴ്സ് എന്നിവരാണ് ഈ സംവിധാനത്തിൻ്റെ ഘടകം. ഇവർ ഓരോ പോളിംഗ് ദിവസവും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തയ്യാറാക്കുകയും അതിനെ ഇലക്ട്രോണിക് രീതിയിൽ കമ്മീഷൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വോട്ടിംഗ് സംബന്ധമായ എല്ലാ ഡേറ്റകളും റിയൽ ടൈമിൽ കമ്മീഷൻ്റെ നിയന്ത്രണങ്ങളിലേക്ക് എത്തുന്നു. അതേസമയം ഏതെങ്കിലും മണ്ഡലത്തിൽ ക്രമക്കേടുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടും. ഈ റിപ്പോർട്ടിൽ പരാതിയുടെ സ്വഭാവം, തെളിവുകൾ, അന്വേഷണ ഫലങ്ങൾ, ശുപാർശകൾ തുടങ്ങിയവ ഉൾപ്പെടും. ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് പുനഃപരിശോധിക്കുക, ഫലം നിർത്തിവെക്കുക, അല്ലെങ്കിൽ അന്വേഷണം നിയമപരമായി കൈമാറുക എന്നിവ തീരുമാനിക്കും. സംസ്ഥാന പോലീസും വിജിലൻസ് വിഭാഗങ്ങളും തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘങ്ങളും ചേർന്ന് തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ടുകൾക്ക് നിയമപരമായ മൂല്യം വഹിക്കുന്നതാണ്. പ്രായോഗികമായി കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഓരോ ഘട്ടവും ഇപ്പോൾ ഡിജിറ്റൽ അടിസ്ഥാനത്തിലേക്ക് മാറ്റിയതിനാൽ SIR റിപ്പോർട്ടുകൾ തത്സമയം സമർപ്പിക്കുകയും പൊതുജനങ്ങൾക്കും മീഡിയയ്ക്കും സുതാര്യത ഉറപ്പാക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ എന്നിവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കൃത്യത പരിശോധിക്കാൻ അവസരം ലഭിക്കുന്നു. സുതാര്യത, ഉത്തരവാദിത്തം, വിശ്വാസം, അത് ഭാവിയുടെ വഴികാട്ടിയായി SIR മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. SIR പ്രക്രിയയുടെ പ്രാധാന്യം വെറും കണക്കെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണം എന്നതിൽ ഒതുങ്ങുന്നില്ല. അത് ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരത്തെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളതാക്കാനുള്ള ശ്രമമാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള പ്രഖ്യാപനത്തിനപ്പുറം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മുഖ്യ ചോദ്യം സുതാര്യതയുടേതാണ്. വോട്ട് സുരക്ഷിതമായോ, അഴിമതിയില്ലാതെ പോളിംഗ് നടന്നോ, പ്രതീക്ഷിച്ച പോലെ എല്ലാ വോട്ടുകളും എണ്ണപ്പെട്ടോ തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് SIR. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ
അത് ജനവിശ്വാസം ശക്തിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഗവേൺസ് അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് EMS ഉപയോഗിച്ച് SIRകളെ സംഗ്രഹിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ജിയോ ടാഗിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ച് ഈ റിപ്പോർട്ടുകളുടെ കൃത്യതയും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് മുഖേന തെരഞ്ഞെടുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ രാഷ്ട്രീയ രംഗത്ത് ഉത്തരവാദിത്വത്തിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ ഉയർന്നു വരുന്നു. ജനാധിപത്യത്തിൻ്റെ ഗുണമേന്മ അളവുകോലായി ഈ സംവിധാനങ്ങൾ മാറുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ക്രമക്കേടുകൾ നിരീക്ഷിച്ച് അവർക്ക് ഉടൻ പരിഹാരം കണ്ടെത്തുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൂഹത്തിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്ന പ്രധാന സംവിധാനമാകുന്നു. അതിനാൽ തന്നെ SIR എന്നത് ഇനി വെറും ഒരു റിപ്പോർട്ടല്ല, അത് ജനാധിപത്യത്തിൻ്റെ നാഡീസ്പന്ദനത്തെ രേഖപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രമാണമാണ്. നന്ദി, നമസ്കാരം.